എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഉലുവ ചീര വെച്ചുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഉലുവ ചീര കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കൊരു ചട്ടി വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇത് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ എണ്ണയിലോട്ട് ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നീട് ഞാൻ കുറച്ച് ഉണക്കമുളക്, സവാള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഉലുവ ചീര വെച്ചുള്ളത്. അതിനകത്തിട്ട് ഇത് ഞാൻ നമ്മുടെ തൂവർ പയറാണ് ഇട്ടേക്കുന്നത്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടാണ ഇട്ടാലും മതി കേട്ടോ. ഫ്രീസ് ബട്ടാണ. എൻ്റെ കയ്യിൽ ബട്ടാണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഉലുവ ചീര ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ ചീര ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ. ഹെയർ ഗ്രോത്തിനായാലും ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനായാലും എല്ലാത്തിനും ഒരുപാട് ഹെൽത്തിയാണ്. സ്ത്രീകൾക്ക് നടുവേദനയൊക്കെ ഇല്ലേ, ഡെലിവറി കഴിഞ്ഞുള്ള അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ആവുന്ന ഒരു ചീരയാണ് ഉലുവ ചീര കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതങ്ങ് ഒതുങ്ങി വരും. ഇല്ലെങ്കിൽ നമുക്കത് ഇളക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ബാക്കി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ഒതുങ്ങി വരാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. മുടി പൊഴിച്ചിലൊക്കെ കുറയാനൊക്കെ എല്ലാവരും മസ്റ്റായിട്ടത് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ നമ്മൾ നോർത്ത് സൈഡിലൊക്കെ ഡിസംബർ സമയമായി തണുപ്പാവുന്ന സമയത്തൊക്കെ ഇത് ഒരുപാട് അവൈലബിൾ ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ജസ്റ്റ് ഒന്ന് അരിയുന്ന സമയം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ടിട്ട് നമുക്കങ്ങ് അടച്ച് വെക്കാം കേട്ടോ. ആവിയിലിരുന്ന് അതിൻ്റെ അതൊന്ന് നരമായിട്ട് വരും നല്ലതുപോലെ. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. കുട്ടികളൊക്കെ കഴിക്കുന്ന ഒരുപാട് നല്ലതാണ് കേട്ടോ. എല്ലാവരും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ നമുക്കിത് ഇളക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത് കേട്ടോ. ഇത് നമ്മുടെ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.